കേരളത്തിലെ പോലീസിനെ പോലീസ് എന്നല്ല വിളിക്കേണ്ടത്, പിണറായി വിജയന്റെ ഗുണ്ടപ്പട എന്നാണ് വിളിക്കേണ്ടത്, അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പോലീസുകാർ നടത്തിയ അതിക്രൂരതയുടെ കഥകൾ നമ്മൾ കണ്ടിട്ടോ. സാധാരണ ജനങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കൂമ്പിടിച്ച് കലക്കുന്ന പോലീസുകാരുടെ കഥകൾ CCTV ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടു, അല്ലെ? കാരണഭൂത അപ്പോഴേക്ക് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ രക്ഷാപ്രവർത്തനം. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം അല്ലേ? നമ്മൾ അടുത്ത് തന്നെ ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വ്യാപിപ്പിക്കും, എല്ലാവരെയും അടിച്ചു കൂമ്പ് കലക്കുമെന്നാണ് കാരണഭൂതം എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ദുഷ്ടനായ അതിക്രൂരനായ ഭരണാധികാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്നേ, ഒറ്റപ്പെട്ടതാക്കണ്ട, നമ്മൾ ഇനി ഇത് എന്ത് ചെയ്യാം, ഇതിങ്ങനെ വ്യാപിപ്പിക്കാം. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആ ദൃശ്യം, അല്ലെ? ആ നവകേരള സദസ്സിലെ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യമല്ലേ? ആ ഒരു പീഡിയ കൊലയിലെ അടുത്തേക്ക് ചാരി നിർത്തിയ, അല്ലെങ്കിൽ അടുത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തിയ ഈ കരിങ്കൊടി വീശുന്ന ചെറുപ്പക്കാരുടെ തലമണ്ട നോക്കിയിട്ട് ഗവൺമെന്റ് വലിയ മുട്ടൻ വടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന ദൃശ്യമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോകില്ല കാരണഭൂത. എന്നോട് പറയുന്നത് എന്തായിരുന്നു താൻ പറഞ്ഞത്? അത് രക്ഷാപ്രവർത്തനം അല്ലേ? ഇത്ര ക്രൂരൻ, എനിക്ക് തോന്നുന്നു ഇത്ര ക്രൂരൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളൊന്നും വിവിധ നാടുകൾ പലപ്പോഴും പറയാറുണ്ട്. ചെഷസ്ക്യൂവിനെ പോലുള്ള അതിക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളെ കുറിച്ച് പറയാറുണ്ട്. സ്റ്റാലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ലക്ഷങ്ങളെ കുരുതി കൊടുത്ത സ്റ്റാലിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിന്റെ ഒക്കെ മുന്നിൽ എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കാരണഭൂതം അതിന്റെ മുത്താപ്പയാണ്, അവരുടെ മുത്താപ്പയാണ്. അതാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യ കേരളത്തിൽ. കമ്മ്യൂണിസം എന്ന് പറയുന്ന മഹത്തായ ഒരു ആദർശത്തെ, മഹത്തായ ഒരു ദർശനത്തെ ഇത്രമേൽ വഷളാക്കിക്കൊണ്ട്, ഇത്രമേൽ അതിനെ അധപ്പതിച്ചുകൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം ഇനി എത്ര കാലമാണ് നമ്മൾ സഹിക്കേണ്ടത്? ഈ ഷാഫി പറമ്പിലിനോട് നിങ്ങൾക്ക് തോന്നുന്ന ഈ അമർഷത്തിന്, നിങ്ങൾക്ക് തോന്നുന്ന ഈ ശത്രുതയ്ക്ക് കാരണം എന്താണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. കോൺഗ്രസിലെ നിങ്ങൾ ഭയപ്പെടുന്ന നേതാവാണ്. നിങ്ങൾക്ക് പേടിയാണ് ഷാഫി പറമ്പിലിനെ, അല്ലേ? വടകരയിൽ നിങ്ങളുടെ ടീച്ചറമ്മയെ 1,14,506 വോട്ടിന്, അല്ലെ? 1,14,506 വോട്ടിന് നിങ്ങളുടെ കാപട്യത്തിന്റെ മുഖമായ ഈ കോവിഡിന്റെ മറവിൽ പോലും ഇവിടെ വൻ സാമ്പത്തിക അഴിമതി നടത്തിയ, കൈയിട്ട് വാരിയ, തട്ടിപ്പ് നടത്തിയ, PR വർക്ക് ഉപയോഗിച്ച് ഇവിടെ എന്തോ മഹത്തായ കാര്യം നടത്തുന്നു എന്ന് പറഞ്ഞ, ആശുപത്രിയിൽ കണ്ണട വാങ്ങിയിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും എന്താ പറയാ നമ്മുടെ ഖജനാവിനെ കട്ടുമുടിപ്പിച്ച ടീച്ചറമ്മ എന്ന് പറയുന്ന ആ അവതാരത്തെ 1,14,506 വോട്ടിനാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ ഞെട്ടിയല്ലേ? നിങ്ങൾക്ക് അതൊരിക്കലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷാഫി പറമ്പിലിനെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? നിങ്ങളൊരു കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയില്ലേ? ഷാഫി പറമ്പിലിന്റെ വർഗീയവാദിയെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, എന്നിട്ട് അത് ഒരു പാവം യൂത്ത് ലീഗുകാരന്റെ തലമണ്ടയിൽ വെച്ച് കെട്ടി. യൂത്ത് ലീഗുകാരനാണ് അത് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു, അല്ലേ? അവസാനം എന്തായി? റിബേഷ് എന്ന് പറയുന്ന നിങ്ങളുടെ സഖാവ്, നിങ്ങളുടെ പാർട്ടി ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, അല്ലെ? അവിടെയായിരുന്നു ഇത് പ്രചരിപ്പിച്ചതെന്ന് അവസാനം പോലീസ് കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതും പ്രചരിപ്പിച്ചതും നിങ്ങൾ തന്നെയാണെന്ന് കണ്ടെത്തി. നിങ്ങൾക്ക് ഇപ്പോഴും ഷാഫി പറമ്പിലിനോട് ആ ശത്രുതയാണ്. കാരണം ഷാഫി പറമ്പിലിനെ നിങ്ങൾക്ക് പേടിയാണ്. ഷാഫി പറമ്പിലിനെ നേരെ നോക്കാൻ കൂടി നിങ്ങൾക്ക് പേടിയാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആകെ നാളം കെട്ട് ഉടുമുണ്ടഴിഞ്ഞ് പിണറായി വിജയനും വാസുവിനും ഒക്കെ നിൽക്കുമ്പോൾ, കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ യുവ നേതാവിനെ, ഷാഫി പറമ്പിലിന്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാത്തൊരു പരാതിയുടെ പേരിൽ, ഇല്ലാത്തൊരു സ്ത്രീ പീഡന പരാതിയുടെ പേരിൽ നിങ്ങളെല്ലാം ആ ചെറുപ്പക്കാരനെ അകറ്റി നിർത്തിയത് അതൊരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ കൂടി ഒരു പരാജയമായിരുന്നു. അത് സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ മാറ്റി നിർത്തിയതുപോലെ നിങ്ങൾക്ക് ഷാഫി പറമ്പിലിനെയും മാറ്റി നിർത്തണം. നിങ്ങൾക്ക് കോൺഗ്രസിലെ ഈ വയസ്സൻ നേതാക്കന്മാരെ, കിഴവൻ നേതാക്കന്മാരെ, അവരെ മാത്രമേ നിങ്ങൾക്ക് നേരിടാനുള്ള ധൈര്യമുള്ളൂ. നിങ്ങൾക്ക് ഈ കോൺഗ്രസിലെ പുതിയ തലമുറയെ നിങ്ങളെ ആകെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പ്രസ്താവനകൾ, അതേപോലെ തന്നെ പ്രസംഗങ്ങൾ നിയമസഭയിലൊക്കെ ആഞ്ഞടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കന്മാരെ നിങ്ങൾക്ക് ഭയമാണല്ലേ? TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന പോലെ നിങ്ങൾക്ക് ഷാഫി പറമ്പിലിനെയും കൊല്ലണം. യഥാർത്ഥത്തിൽ അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. ആ ലാത്തിയടി മർമ്മത്ത് കൊണ്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഷാഫി പറമ്പിൽ ജീവിച്ചിരിക്കുമായിരുന്നില്ല. നിങ്ങൾ ഷാഫി പറമ്പിലിനെ കൊല്ലാനായിരുന്നു നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംഘർഷം അവിടെ സൃഷ്ടിച്ചത് എന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്തോ ഭാഗ്യത്തിന് ഷാഫി പറമ്പിൽ രക്ഷപ്പെട്ടു. ഓർക്കണം നിങ്ങൾ പശ്ചിമ ബംഗാളിനെ കുറിച്ച് ഓർക്കണം.
അവിടെ അവിടെ ഹവായി ചെരുപ്പിട്ടുകൊണ്ട് ഒരു കോട്ടൺ സാരി ഉടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്തംഗമ്മികളെ? നിങ്ങൾ റോട്ടിലൂടെ വലിച്ചഴിച്ചു, അവരുടെ സാരി വലിച്ചു കീറി, അല്ലേ? നന്ദിഗ്രാമിലും സിംഗൂരിലും നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ, കൊടും ക്രൂരതകൾ, അതിനെതിരെ പ്രതിഷേധിച്ച ആ സ്ത്രീയെ നിങ്ങൾ തെരുവിലൂടെ വലിച്ചെടുക്കുകയും ഇന്ന് ഷാഫി പറമ്പിലിന്റെ പേരാമ്പ്രയിൽ എങ്ങനെയാണോ നിങ്ങളുടെ പോലീസുകാർ കൈകാര്യം ചെയ്തത് അതേപോലെയായിരുന്നു അന്ന് അക്കാലത്ത് പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന്റെ പോലീസുകാർ അതിക്രൂരമായി ആ സ്ത്രീയോട് ചെയ്തത്. കാലം തെളിയിച്ചു. ആ സ്ത്രീയാണ് ഇന്ന് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത്. ഓർമ്മയുണ്ടോ ദീദിയെ? ഓർമ്മയുണ്ടോ മമതാ ബാനർജിയെ? കോൺഗ്രസിന്റെ നേതാവായിരുന്നു മമതാ ബാനർജി. അക്കാലത്താണ് നിങ്ങൾ മമതാ ബാനർജി എന്ത് ചെയ്തെന്ന് പറയോ? ഇപ്പൊ ഷാഫി പറമ്പിലിനെ അടിച്ചൊതുക്കിയ പോലെ, കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പോലെ നിങ്ങൾ ഈ പറയുന്ന ദീദിയെ, മമതാ ബാനർജിയെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, അല്ലേ? അവരുടെ സാരി വലിച്ചു കീറി, അവരെ ഈ റോഡിലൂടെ വലിച്ചടിച്ചു, മുതുകത്ത് ചവിട്ടി. അവസാനം നിങ്ങളുടെ ഒരു പൊടി പോലും അവരിന്ന് ബംഗാൾ ഭരിക്കുമ്പോൾ ബംഗാളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാനാവാതെ നിങ്ങൾ അവിടെ നിന്ന് തൂത്തെറിയപ്പെട്ടു. നിങ്ങളുടെ സഖാക്കൾ ഇന്ന് കേരളത്തിൽ വന്ന് പൊറാട്ട അടിക്കുന്നു, അല്ലേ? ഇതാണ് ചരിത്രം ആവർത്തിക്കാൻ പോകുന്നു എന്ന് പിണറായി വിജയനും തീട്ടക്കമ്മികളും ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഉയർന്ന പ്രതിഷേധങ്ങളെ പോലീസിനെ കൊണ്ട് അടിച്ചൊതുക്കാൻ കഴിയില്ല. അങ്ങനെ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. വരാനിരിക്കുന്ന നാളുകളിൽ ഒരു സീറ്റിൽ പോലും കെട്ടിവെച്ച കാശ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഓർമ്മ വേണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് ഇന്നത്തെ പത്രങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഷാഫി പറമ്പിലിന് ക്രൂരമായ പോലീസ് മർദ്ദനമേറ്റതിന്റെ ചിത്രവും വാർത്തയും വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: പേരാമ്പ്രയിൽ സംഘർഷം, പോലീസിന്റെ ലാത്തിയടിയിൽ ഷാഫി പറമ്പിലിന് പരിക്ക്, മൂക്കിന്റെ എല്ല് പൊട്ടി, ഷാഫിക്ക് ശസ്ത്രക്രിയ നടത്തി എന്ന ഒരു ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. UDF പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്കേറ്റു. മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റ ഷാഫിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേതാക്കളും പ്രവർത്തകരുമായി 10ഓളം പേർക്കും 8ഓളം പോലീസുകാർക്കും പരിക്കേറ്റു. പേരാമ്പ്ര ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം എന്ന് പറഞ്ഞ് മാതൃഭൂമി ആ വാർത്തയുണ്ട്. ഞാൻ സ്വർണ്ണ കൊള്ളയുടെ വാർത്തകളിലേക്ക് ഞാൻ പിന്നെ വരാം. ഷാഫി പറമ്പിലിന്റെ ഈ പോലീസ് അതിക്രമ വാർത്ത പത്രങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുത്തത് എന്ന് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കേരളകൗമുദിയും അതേപോലെ തന്നെ ഒന്നാം പുറത്ത് തന്നെ പോലീസ് ലാത്തി ചാർജിൽ ഷാഫി പറമ്പിലിന്റെ ഗുരുതര പരിക്ക്, അങ്ങനെയാണ് കേരളകൗമുദി കൊടുത്തത്. പേരാമ്പ്രയിൽ സംഘർഷം, പേരാമ്പ്രയിൽ UDF LDF പ്രകടനം മുഖാമുഖം വന്നതിനെ തുടർന്ന് പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ ഷാഫി പറമ്പിൽ MP-ക്ക് ഗുരുതര പരിക്ക്. ഇനി മാധ്യമം പത്രത്തിന്റെ ഒന്നാം പേജിലല്ല, മാധ്യമം പത്രത്തിന്റെ രണ്ടാം പുറത്ത് ടോപ്പിൽ തന്നെ പേരാമ്പ്രയിൽ ലാത്തി ചാർജ്, ഷാഫി പറമ്പിൽ MP-ക്ക് പരിക്ക്, ചികിത്സ തേടി, നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിൽ. ഇനി മനോരമ പക്ഷേ ഇന്ന് മനോരമ ഏറ്റവും വലിയൊരു ബോംബാണ് പൊട്ടിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ പറയാം. അതായത് സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കാൻ കേസ് അന്വേഷണത്തിനിടെ മുഖ്യമന്ത്രിയുടെ മകന് 2023 ED-യുടെ സമൻസ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കാരണഭൂതത്തിന്റെ മകന് ED 2023 സമൻസ് അയച്ചു. സമൻസിന് ഒരു മറുപടിയില്ല, പോയിട്ടുമില്ല. ED പിന്നെ തുടർ നടപടികൾ എടുത്തിട്ടുമില്ല. മനസ്സിലായല്ലോ? ഡീലിങ്സ് മനസ്സിലായല്ലോ? അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. മനോരമ ഷാഫിയുടെ വാർത്ത കൊടുത്തത് ഏതാണ്ട് രണ്ടാം പുറം മുഴുവനായിട്ടുണ്ട്. പേരാമ്പ്രയിലെ സംഘർഷം, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഏറ്റുമുട്ടി നേർക്കുനേർ, ജില്ലയിലെങ്ങും പ്രതിഷേധ പ്രകടനവുമായി UDF, മർദ്ദിച്ചത് പോലീസാണെന്ന് ഷാഫി പറമ്പിൽ MP-യുടെ മൊഴി. അങ്ങനെയാണ് ഷാഫി പറമ്പിലിന്റെ ആശുപത്രിയിലുള്ള ചിത്രം സഹിതം വളരെ വിശദമായിട്ട് തന്നെ മനോരമ വാർത്ത കൊടുക്കുകയും ചെയ്തു. നമുക്കിനി ദേശാഭിമാനി എന്താണ് ഇത് സംബന്ധിച്ച വാർത്ത കൊടുത്തത് നോക്കാം. ഒന്നാം പേജിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയൊരു പച്ചക്കള്ള വാർത്തയുണ്ട്, അതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതില് ദേശാഭിമാനി ഷാഫിയുടെ വാർത്ത, ഷാഫി പറമ്പിലിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച വാർത്ത ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയുടെ 4-ാമത്തെ പേജിൽ
അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ച വാർത്ത, കാരണം ഇന്നലെ രാത്രി നടന്ന ചർച്ചകളിലൊക്കെ നിങ്ങൾക്കറിയാം, ഇന്നലെ രാത്രി നടന്ന ചർച്ചകളിലൊക്കെ ഒരു ഉളുപ്പുമാനില്ലാതെ ഈ CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞത് ഷാഫി പച്ചക്കള്ളം പറയാണ്, ഷാഫിനെ മർദ്ദിച്ചിട്ടൊന്നുമില്ല. പോലീസും പറഞ്ഞു ഞങ്ങൾ മർദ്ദിച്ചിട്ടൊന്നുമില്ല, കണ്ണീർവാതക ഷെല്ലുകൾ മാത്രമാണ് പ്രയോഗിച്ചത്. അതിനിടയിൽ എന്തോ ഉരുണ്ട് വീണിട്ട് ഷാഫിക്ക് പരിക്കേറ്റതായിരിക്കും, അതല്ലാതെ പോലീസ് അവിടെ ലാത്തി ചാർജ് ചെയ്തിട്ടില്ല, പോലീസ് മർദ്ദിച്ചിട്ടില്ല. CPM നേതാക്കളൊക്കെ പറഞ്ഞു ഈ ഷാഫി പറമ്പിൽ പറയുന്നത് മുഴുത്ത നുണയാണെന്നൊക്കെയാണ്. വസീഫൊക്കെ വന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു വേണ്ടായിരുന്നു പറഞ്ഞു, ഇവരൊക്കെ കള്ളത്തരം പറയാണെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അവസാനം ഇന്നാണ് വീഡിയോ പുറത്തുവിട്ടത്. ഇന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ ആ ദൃശ്യം, നടുക്കുന്ന ദൃശ്യം, ഷാഫി പറമ്പിലിന്റെ മൂർധാവ് നോക്കി, തലമണ്ട നോക്കി പോലീസുകാർ ആഞ്ഞടിക്കുന്നതിന്റെ ചിത്രമാണ് ഇന്ന് ഈ നമ്മുടെ ചാനലുകളൊക്കെ ആ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കള്ളത്തരം പറയാൻ പറ്റില്ലല്ലോ. SP പറഞ്ഞു ഞങ്ങള് ലാത്തി ചാർജ് നടത്തിയിട്ടായിരുന്നു, പോലീസ് നടത്തിയ അതിക്രൂരമായ ലാത്തി ചാർജിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴാണ് ദേശാഭിമാനി, അപ്പൊ ദേശാഭിമാനി ഏതായാലും അങ്ങനെ വാർത്ത കൊടുക്കില്ലല്ലോ, അപ്പൊ ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത പേരാമ്പ്രയിൽ പോലീസിന് നേരെ UDF അതിക്രമം എന്നാണ്. നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദേശാഭിമാനി എന്ന് പറയുന്ന ടോയ്ലറ്റ് പേപ്പർ ഇതല്ല, ഇതിലപ്പുറം എഴുതിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പേരാമ്പ്രയിൽ പോലീസിന് നേരെ UDF അക്രമം എന്നാ പറയുന്നത്. UDF-കാര് അക്രമം അഴിച്ചു വിട്ടു എന്ന് പറയുന്നു. ഇനി വാർത്തയാണ് അതിന്റെ വാർത്ത ഇങ്ങനെയാണ്: പേരാമ്പ്രയിൽ UDF പ്രകടനത്തിന്റെ മറവിൽ, ശ്രദ്ധിക്കണേ, പേരാമ്പ്രയിൽ UDF പ്രകടനത്തിന്റെ മറവിൽ ഷാഫി പറമ്പിൽ MP-യും പ്രവർത്തകരും ചേർന്ന് പോലീസിനെ ആക്രമിച്ചു. അതാണ് ദേശാഭിമാനിയുടെ ഇൻട്രോ. ഷാഫി പറമ്പിൽ MP-യും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ആരെ ആക്രമിച്ചു? പോലീസിനെ ആക്രമിച്ചു. അല്ലാതെ ഷാഫി പറമ്പിലിന്റെ ഇപ്പൊ ഈ അന്തംഗമ്മികൾ പറയുന്ന പോലെ, അന്തംഗമ്മികൾ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? തൂവാലയിൽ ചുവന്ന മഷി പുരട്ടിയിട്ട് ഷാഫി പറമ്പിൽ ഇങ്ങനെ മൂക്കിന്റെ അവിടെയൊക്കെ എന്താ പറയാ അമർത്തി പിടിച്ചു. അപ്പോഴാണ് അവിടെ രക്തം വന്നത്. അല്ലാതെ ഇത് മുഴുവനും കള്ളക്കഥയാണെന്ന് ഇപ്പോഴും ആ വീഡിയോ പോലീസ് അതിക്രൂരമായി ഷാഫി പറമ്പിലിന് നേരെ ലാത്തി കൊണ്ട് ആഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടും അന്തംഗമ്മികൾ, തിട്ടക്കമ്മികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് ഷാഫി പറമ്പിൽ അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ദേശാഭിമാനി അതിനേക്കാൾ അപ്പുറം കടന്നിട്ട് ദേശാഭിമാനി പറയാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ്സുകാരും ചേർന്നിട്ട് പോലീസുകാരെ ആക്രമിച്ചതാണ്. അപ്പം ഗോവിന്ദൻ വരും. അപ്പം ഗോവിന്ദൻ വന്നിട്ട് നിങ്ങളോട് പറയും ഇതൊക്കെ എന്താണ്, ഇതൊക്കെ AI ആണ്. ഇപ്പൊ അപ്പം ഗോവിന്ദൻ അല്ല, AI ഗോവിന്ദനാണ്. AI ഗോവിന്ദൻ പറയും ഇതൊക്കെ AI ആണ്, അതല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യത്തിലുള്ളതല്ല. നമ്മൾ കേട്ടിരുന്നതാണല്ലോ. ശബരിമലയില് അയ്യപ്പ സംഗമം നടത്തിയിട്ട് ആകെ പൊളിഞ്ഞു പോയപ്പോ, കസേരകളൊക്കെ ശൂന്യമായപ്പോ അപ്പം ഗോവിന്ദൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? അതൊക്കെ AI നിർമ്മിതമാണ്. അതേപോലെ അപ്പം ഗോവിന്ദൻ പറയും ഇതൊക്കെ AI നിർമ്മിതമാണ്. ഷാഫി പറമ്പിലിനെ ഒരടിയും കൊണ്ടിട്ടില്ല, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇയാൾ വെറുതെ കിടക്കുകയാണെന്നൊക്കെ ആയിരിക്കും പറയാ. ഉളുപ്പുണ്ടോടോ തിട്ട കമ്മികളെ എന്ന് മാത്രമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. എല്ലാ ദിവസവും വന്ന് നിങ്ങളിങ്ങനെ ചീത്ത പറയുന്ന എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ വന്നിട്ട് നിങ്ങളെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു ദിവസം തന്നെ ഒന്ന് മര്യാദയ്ക്ക് നിന്നോടുള്ളൂ.